ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷകരമായിരുന്നോ? ദുഃഖകരമായിരുന്നോ? അല്പനേരം ഒന്ന് നിശബ്ദമായി സ്വയം നിങ്ങളോട് ചോദിച്ചു നോക്കൂ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്ര അനുകൂലമായിരുന്നു, എത്ര പ്രതികൂലമായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം ചിലവഴിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എന്തിനാണ് ഇന്ന് ദേഷ്യപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് നിങ്ങളിന്ന് ദുഃഖിച്ചതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മുടെ ജീവിതം എന്നത് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുമ്പോഴും ഏത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ നേരിടാനുള്ള ഒരു പക്വതമായ തീരുമാനം ഉണ്ടാകുമ്പോൾ ഏത് പ്രശ്നം വന്നാലും അതിനെ ഡീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത ഒരു വ്യക്തികളുമില്ല. കുഞ്ഞു മക്കൾക്ക് പോലുമുണ്ട് വളരെയധികം പ്രതിസന്ധി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇച്ചിരി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണുള്ളതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ LKG എന്നും UKG എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ ഗൗരവത്തോടു കൂടി ആരും കാണില്ല. ഇന്ന് പ്ലേ സ്കൂളിൽ പോകുമ്പോൾ വരെ അതിൻ്റെതായിട്ടുള്ള അടുക്കും ചിട്ടയും യൂണിഫോമും എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഒരു ദിവസം നേടുന്നത്. പ്ലേ സ്കൂൾ കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പാവ ഒന്ന് LKGയിലോട്ട് കാലെടുത്ത് വെക്കുമ്പം എന്തിനു പറയുന്ന കുഞ്ഞു കൈകൾ കൊണ്ട് ഇത്തിരി ഹോംവർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പം കളിക്കുകയും മാതാപിതാക്കൾക്ക് ഒപ്പം ഇരുന്ന സമയം സ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് വരെ ആ കുഞ്ഞു മക്കൾ ഒത്തിരിയേറെ പ്രഷർ അനുഭവിക്കുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള ആ കുഞ്ഞ് ബാവകളായിരിക്കുമ്പോൾ പോലും അവർക്കുണ്ടാകുന്ന പ്രഷർ പോലെ തന്നെയല്ലേ മുതിർന്നവരായ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള വലിയ വലിയ പ്രതിസന്ധികളാണ് നമ്മളെ വളരെയധികം ദുർബലരാക്കുന്നത്. എന്നാൽ നമ്മളായിരിക്കുന്ന ഇടം അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം, നമ്മൾ ചെയ്യുന്ന ഓരോന്നിനെയും നമ്മൾ സ്വയമൊന്ന് വിലയിരുത്തപ്പെടുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ശരിയേത് തെറ്റേത്, നമ്മൾ ചെയ്തത് എങ്ങനെ ക്രമീകരിക്കാനാകും, നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു എന്ന്, നമ്മൾ വരുത്തിയ പാഴ്ചിലവുകൾ എന്തായിരുന്നു, നമ്മൾ മറ്റുള്ളവരെ നമ്മളെ സഹായിക്കും, നമ്മുടെ വീട്ടിൽ ഇത്ര പേര് ഉണ്ട് എന്നെല്ലാം നമ്മൾ ഒന്ന് ചിന്തിക്കും, അവരൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളെന്ന വ്യക്തി ആ വീട്ടിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ക്രമീകരിച്ച് കൊണ്ടുപോകുന്നു. നിങ്ങൾ വളരെയധികം ദുർബലരാണെന്നും നിങ്ങൾക്ക് വിശ്രമം ആവശ്യമുണ്ടെന്നും നിങ്ങൾക്കും വളരെയധികം ബോഡി പെയിൻ ഉണ്ടെന്നും എല്ലാം നമ്മുടെ വീട്ടിലുള്ളവർക്കറിയാം. ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ട് കഠിനമായിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ച് ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് നിന്ന് ഓരോന്ന് ഓടി ഓടി ചെയ്യുമ്പോഴും അവരാരും ഒന്ന് പറയാതെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കൂ, ആ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കാർക്കും ഒരു വിചാരവുമില്ല. കാരണം എല്ലാവരും എന്താണ് ചിന്തിക്കുന്നത്, നമ്മളത് ചെയ്തില്ല എങ്കിലും അവരത് ചെയ്ത് ഭംഗിയാക്കും. അപ്പം നമ്മളുടെ ജോലിയും കൂടെ എടുക്കാൻ അവരെ കൊണ്ട് സാധിക്കും. അവരത് എത്ര അലച്ചാലും ചെയ്ത് തീർക്കും എന്ന് മറ്റുള്ളവർ ചിന്തിക്കും. അപ്പം ആ ഒരു സാഹചര്യം നമുക്ക്
വളരെയധികം പ്രഷർ തരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ തുണി അലക്കുന്നില്ല, ഒരു പക്ഷേ നമ്മൾ വളരെയധികം വേദനയോടുകൂടി ഇരിക്കുമ്പോൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം പോലും കഴുകാൻ മെനക്കെടാത്ത വ്യക്തികളുള്ള ഇടത്താണെങ്കിൽ പൊട്ടിത്തെറിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധിക്ക് കാരണം നമ്മൾ തന്നെ ആയിരുന്നില്ലേ? അവർ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയും, വേണ്ട കുഞ്ഞല്ലേ, അമ്മ ഇത് ചെയ്തോളാം, അല്ലെങ്കിൽ മോൻ അവിടെ പോയിരുന്നു, മോൾ അവിടെ പോയിരുന്നു, നിങ്ങളത് ചെയ്ത് മാത്രം നോക്കിയാൽ മതി കേട്ടോ, ഇത് മോക്ക് ഭാരമായി തീരും എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ ആ ഒരു നമ്മളെ സഹായിക്കണമെന്നുള്ളൊരാഗ്രഹം, അവർ നമ്മൾക്ക് വേണ്ടിയിട്ട് വന്ന് നമ്മളെ സഹായിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് പകരം, വേണ്ട നിൻ്റെ തുണി കേടാകും, അല്ലെങ്കിൽ നിൻ്റെ കാല് ചെളിയാകും, നീ അത് ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം, ഒന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തും. വളർന്നു വരുന്ന പിഞ്ചുങ്ങൾ എന്ത് വിചാരിക്കും? ഇത് അമ്മ ചെയ്യാനുള്ളതാണ്, അത് അച്ഛന്മാർക്കുള്ളതാണ് എന്നെന്ത് ചെയ്യും? 2 കാറ്റഗറി ആയിട്ട് തിരിക്കും. ഞാനിങ്ങനെ കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ ഹോംവർക്ക് ചെയ്യുക, ഞാൻ വിശ്രമിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു കാറ്റഗറിയിലുള്ളത് എന്നെന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ തീരുമാനിക്കും. അവരതങ്ങനെ ഉറപ്പിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിയൊക്കെ മുതിർന്ന് വന്ന് മടിയന്മാരും മടിയത്തികളുമായി കഴിയുമ്പോൾ നിങ്ങൾ അത് ചെയ്യ് ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് മടിയേറെ കൂടുതലായിരിക്കും, അവരത് ചെയ്യില്ല. കാരണം അവരുടെ മനസ്സ് അതങ്ങനെ ഉറച്ചു പോയി, ഞങ്ങൾക്കുള്ളതല്ല എന്ന്. ഇപ്പോഴുള്ള തലമുറയുടെ അവസ്ഥയും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യേണ്ട ഇടത്ത് അതും കൂടെ മാതാപിതാക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മക്കളുള്ള കാലമാണിത്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പിഞ്ചു കുഞ്ഞാണോ, ഇനി മുതിർന്നവരാണോ, ഇനി പേരക്കുട്ടികളുള്ളവരാണോ, ഏത് ഏജുള്ളവരാണോ ഒന്നും എനിക്കറിയില്ല. എങ്കിലും ഒന്ന് പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരിൽ നിന്നും നിങ്ങൾ നല്ല കായ്ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അവരെ ചെറുതിലേ മുതലേ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കണം. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഇപ്പം ശീലങ്ങളെല്ലാം വരുന്നത് എപ്പോഴാണ്? ചെറുതായിരിക്കുമ്പോഴേ ആ ശീലങ്ങൾ വളർത്തിയെടുക്കണം. അവരൊരു പാത്രം കഴുകി തുടങ്ങി, സോപ്പ് വെള്ളം ദേഹത്തായി, ഒരു പക്ഷെ നിലത്തോട്ടുമായിട്ടുണ്ടാകും. അവർ ചെയ്യുമ്പോൾ അതൊരു വൃത്തികുറവുമായിരിക്കാം. പക്ഷെ ആ ചെയ്യാനുള്ള മനസ്സിനെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത്. അവരത് ചെയ്യട്ടെ. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കതൊന്നുകൂടെ ഒന്ന് കഴുകാം. നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ അവരിൽ നിന്നും പറ്റിയ ആ തുണി അവിടെ നിങ്ങളെ അടുത്ത് തന്നെ നിർത്തി ഒന്ന് കഴുകിക്കാം. ചെറുതായിട്ട് 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 കഴുകിയും തുടച്ചും വൃത്തിയാക്കിയും അതിൻ്റെ ഒപ്പം തന്നെ പാഠങ്ങൾ പഠിച്ചും ഹോംവർക്കുകൾ എഴുതിയും ഭക്ഷണങ്ങൾ ക്രമമായിട്ട് കഴിക്കാനും എല്ലാം അവർക്കൊരു ടൈം മാനേജ്മെൻറ്റ് അവരും സ്വയം ആക്കിയെടുക്കും. എങ്ങനോ ഏതിനോ വേണ്ടിയിട്ട് തിളയ്ക്കുന്നത് പോലെ അല്ല. ഓരോ സമയത്തിനും വിലയുണ്ട്. ഓരോ കാര്യങ്ങളും എത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റും, എത്രയെല്ലാം കാര്യങ്ങൾക്ക് ക്രമീകരണം ഞാൻ എങ്ങനെ കൊടുക്കാം എന്ന് ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പൊതുവേ അമ്മമാരെന്ത് ചെയ്യും? ആൺകുട്ടികളുണ്ടെങ്കിൽ അവരാണ് കുഴിമടിയന്മാർ.
ആകുന്നത്. നമ്മളിന്നൊരു ആൺകുട്ടിയാണെന്നോ പെൺകുട്ടികളെന്നോ ഒരിക്കലും ഒരു വ്യത്യാസം കാണരുത്. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട പ്രായവും പക്വതയ്ക്കും പ്രത്യേകിച്ച് ഏജ് മാനദണ്ഡമില്ല. ചെറു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പോലും അവർ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം അത് ഏറ്റെടുക്കാനുള്ളൊരു മനസ്സ് അത് ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം. കാരണം നമ്മളൊരു വയ്യായികയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് കാപ്പി എടുത്തേ എന്ന് പറഞ്ഞാൽ ഈ മടിയന്മാരും പോവില്ല, മടിയത്തികളും പോവില്ല. കാരണം അവർക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പം ചെറുതിലെ മുതലേ ശീലങ്ങൾക്ക് ഒരു നല്ല തുടക്കം കുറിക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രമിക്കണം. കാരണം ഇന്ന് പല കുട്ടികളും വിദ്യാഭ്യാസത്തിനായിട്ട് മറ്റ് സ്ഥലങ്ങളിലാണ് പോകുന്നത്. അപ്പോൾ ചെറുതിലേ ചെയ്ത് ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുമ്പോൾ അവർക്കും പഠനത്തോടൊപ്പം തന്നെ നല്ല വൃത്തിയും മെനയുമുള്ള നല്ല കുട്ടികളായിട്ട് മാറാനായിട്ട് സാധിക്കും. ആഴ്ചയിലൊന്ന് വാശി ചെയ്യുന്നതിന് പകരം അപ്പോഴാകുന്നത് തന്നെ അതെല്ലാം ക്ലിയറായിട്ട് ചെയ്യുന്നതിന് അവർക്ക് സാധിക്കും. അപ്പം കുഞ്ഞുങ്ങൾക്കുള്ള പ്രഷർ പോലെ തന്നെ വലിയവർക്കും ഉള്ള പ്രഷർ എന്ന് ഓർക്കുക. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോഴേ അവരെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സം പറയാതെ നീ ചെയ്താൽ വൃത്തിയില്ല മെനയില്ല എന്ന് പറഞ്ഞ് അവിടെ മനസ്സ് അവരെ അങ്ങനെയോട്ടാക്കാതെ നീ ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ അത് നിനക്ക് ശരിയാകും എന്ന് വേണം കുഞ്ഞുങ്ങളോട് പറയാൻ. ഇതിപ്പോൾ കുഞ്ഞുങ്ങളാണ് ശരി പോട്ടെ എന്ന് വയ്ക്കുന്ന ഇടത്ത് ഇപ്പം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം കുഞ്ഞുങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വരുന്നു, എത്രത്തോളം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിച്ചു തരുന്നു. കാരണം അവർക്ക് ഒരു കാര്യവും ചെയ്ത് ശീലമില്ല. അവർക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാം മേശമേലെത്തിക്കാൻ അമ്മ വളരെയധികം മെനക്കെട്ടിരുന്നു. കാരണം അമ്മമാർ തന്നെയാണ് കുഞ്ഞുങ്ങളെ മടിയന്മാരാക്കുന്നതും നല്ല ശീലമുള്ള വ്യക്തികളാക്കുന്നതിൻ്റെ കാരണമായി തീരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ വന്ന് നമ്മൾ സഹായിക്കണം. അവർ സഹായിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നീങ്ങൂ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ ഉചിതം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗൗരവത്തോടു കൂടിയും അത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കുന്ന ഒരു പാഠമാകുന്നതിന് അവൻ്റെ കുടുംബം തന്നെ ഒരു വിദ്യാലയമായി മാറ്റണം. അതിന് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ചെറുതിലെ മുതലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ചെറിയ സമ്പാദ്യശീലം കുഞ്ഞുങ്ങളെ വർദ്ധിപ്പിച്ചെടുപ്പിക്കണം. എഴുത്തും വായനയും അത് പ്രാധാന്യം കൊടുത്ത് അവരെ കൂടുതലായിട്ട് ഇന്ന് എഴുത്തും വായനയും ശീലിപ്പിക്കാൻ നോക്കണം. കാരണം സ്കൂളുകളിൽ ഇതെല്ലാം ഓട്ടിച്ച് വിടുന്ന ഒരു രീതിയാണുള്ളത്. അവർക്കിതിനൊന്നും സമയമില്ല. അവർക്ക് അവരുടെ പാഠ്യപദ്ധതി തീർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളോട് അത് നോക്കി എഴുതിയെന്ന് പറയും, ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കും. അതാണ് ഇന്നത്തെ പഠനവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പം ജീവിതത്തിൽ അവനവൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എപ്പോഴും അത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ നിങ്ങൾക്ക് സാധിക്കണം. അവരത് നന്നായിട്ട് ചെയ്തു വരാൻ തുടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ അവരോട് കഴുകി വെക്കാൻ പറയണം. പിന്നെ അത് പുറകെ നടന്ന് ചെയ്യാനുള്ളതല്ല, ഇനി നീ അത് കറക്റ്റായിട്ട് കഴുകി വെക്കണം, അല്ലെങ്കിൽ അവനൊരു റൂം വൃത്തിയാക്കി എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആരും എന്നെ സഹായിക്കാൻ വന്നില്ല എന്നൊരു പരാതിക്കും പരിഭവത്തിൻ്റെയും പ്രസക്തി അവിടെ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത്
പോകാൻ ഒരു വ്യക്തിക്ക് ധൈര്യം ഉണ്ടാവും. കാരണം ഓരോ കാര്യങ്ങളും അറിഞ്ഞും കേട്ടും തൻ്റെ വീട്ടിൽ നിന്നും ശീലിച്ചെടുത്തത് അവർക്ക് ഉത്തരവാദിത്വമുള്ള വ്യക്തികളായി തീർക്കുന്നതിൻ്റെ ഒരു കാരണമായി തീർന്നു. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് തരണം ചെയ്യാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണ് വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ചെന്ന് ആത്മഹത്യ ചെയ്യുന്നത്, ആരോടൊരു കാര്യം ഷെയർ ചെയ്യാത്തതും. ഈ വീട്ടിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ, അമ്മ, അച്ഛൻ എല്ലാം ചേർന്ന് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണമാണ് പരസ്പരം ഒരുപാട് സംസാരിക്കാനുള്ള അവസരം കിട്ടും. എല്ലാ കാര്യവും ഷെയർ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടും. പല കുടുംബ ബന്ധങ്ങളും തകർന്നതിൻ്റെ ഒരു കാരണം കൂടെ പറയട്ടെ, സംസാരം ഇല്ലായ്മയാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടില്ല. പറയുന്ന കാര്യങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം പരസ്പരം അമ്മയും അച്ഛനുമായിട്ട് ഉള്ള സംസാരത്തിൽ കുടുംബത്തിലുള്ള ബജറ്റ്, അല്ലെങ്കിൽ അവനവൻ്റെ കുടുംബത്തിനുള്ളിലുള്ള കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല. പൂർണ്ണമായിട്ടും നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് കാണുന്നതും ഉള്ളിൽ കാണുന്നതും എന്ന് വേണ്ട സകലതും സംസാരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് സംസാരിച്ച് അതങ്ങനെ ചെയ്താൽ പറ്റും, ഇതിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് ഈ ഒരു രീതിയിലും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്നുള്ള അഭിപ്രായങ്ങളും തുറന്നു പറച്ചിലുകളും ഓരോ വ്യക്തികളും ഓരോ കുഞ്ഞുങ്ങളും അത് ശ്രദ്ധിക്കും. അപ്പോൾ അവർക്കതൊരു മോട്ടിവേഷനായി മാറും. കാരണം ഒരവസരം വന്നു കഴിഞ്ഞാൽ, ഒരു വഴി പോയി കഴിഞ്ഞാൽ തെറ്റ് പറ്റിപ്പോയി, പെട്ടെന്ന് തന്നെ അതിനെ മറ്റൊരു മാർഗം കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ട ഒരു മനസ്സവർക്കുണ്ടാകും. നിങ്ങളോട് നിരന്തരം സംസാരിക്കുമ്പോൾ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ് അവിടെ ഉടലെടുക്കുന്നത്. അപ്പോൾ എന്ത് കാര്യവും സംസാരിക്കാനും ഉള്ള ഒരു ധൈര്യവും ഉണ്ടാകും. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉള്ളൊരു പോരായ്മയാണ് ഇവരെ സംസാരമില്ലായ്മ. പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യവും ഷെയർ ചെയ്യില്ല. കുറേ ആഹാരം വെക്കുന്നു, കഴിക്കുന്നു, കയറി കിടക്കുന്നു, രാവിലെ വീണ്ടും പഠിക്കാനായി പോകുന്നു, രാവിലെ ജോലിക്ക് പോകുന്നു. ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ വലിയ പോരായ്മ. അപ്പം ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഒരു കുട്ടി മനസ്സിലാക്കണം, എന്നെ ആര് സഹായിച്ചില്ല എങ്കിലും എനിക്ക് എൻ്റെ ജീവിതം ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുക്കാനും അത് ശരിയായ വണ്ണം തീരുമാനമെടുക്കാനും എനിക്ക് സാധിക്കും. ഇപ്പോൾ ഒരു തെറ്റ് വന്ന് അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ളൊരു മനസ്സും ഈ ചെറുതിലെ നിങ്ങൾ കൊടുക്കുന്ന കെയറിങ്ങിൽ കുട്ടികൾക്ക് മനസ്സിലാവും. അത് വലിയ കുട്ടികളായി വിവാഹം കഴിഞ്ഞു, അല്ലെങ്കിൽ അവരൊരു ടീനേജ് പ്രായത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ രീതിയിലെടുക്കാൻ സാധിക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രാധാന്യം നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം ശരിയായ വണ്ണം ക്രമീകരിക്കണം എന്ന് ഓരോ വ്യക്തികൾക്കും ഈ സംസാര രീതിയിൽ നിന്നും ഈ നല്ല സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകും. കാരണം ആ തിരിച്ചറിവ് ചൊട്ടയിലെ മുതലേ കിട്ടിക്കഴിഞ്ഞാൽ ഇനി തലകുത്തി മറിഞ്ഞ് നിന്നെന്ന് പറഞ്ഞാലും അവരതിന് സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും വീണു പോകാത്ത നല്ല പക്വതയുള്ള കുട്ടികളായി അവർക്ക് മാറാൻ സാധിക്കും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് വീണു പോകുന്ന നിഷ്കുകളെ പോലെ ആകാതെ പക്വതയുള്ള ഒരു കാര്യം പറഞ്ഞ് അതിന് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ തന്നെ അത് തെറ്റായിരുന്നു എന്ന് പറയാനുള്ള ഒരു പ്രതികരണ ശേഷിയും കൂടെ ആ വീട്ടിൽ നിന്നുമാണ് ഓരോ വ്യക്തികൾക്കും കിട്ടുന്നത്. അപ്പോൾ യെസ് പറയുക, നോ പറയുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, ചില ആൾക്കാർക്കിടയിൽ വല്ലാത്ത ഒരു ഇറിറ്റേഷനാണ്. എങ്ങനെ അവരോടത് പറയും, അയ്യോ വേണ്ടായിരുന്നു, എന്തെങ്കിലും വിചാരിക്കുമോ
എന്നൊക്കെയുള്ള ചിന്ത കാരണം ഇഷ്ടമില്ല എന്ന് പറയാൻ ഉള്ളൊരു ഭയം കാരണം പല ആപത്തിൽ ചെന്നും വീഴുന്ന കുട്ടികളുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെയാണ് അവരുടെ ഗുരുക്കന്മാരായി മാറേണ്ടത്. നമ്മളിങ്ങനെ കണ്ടതിനും പിടിച്ചതിനുമെല്ലാം പരിഭവവും പരാതികളും പറഞ്ഞ് നമ്മുടെ സമയവും കൊന്ന് നമ്മളിങ്ങനെ ദണ്ണപ്പെട്ട് എനിക്കിത് പറ്റില്ല, എനിക്ക് ആരെങ്കിലും സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ വൃഥ ആശിച്ച് മോഹിച്ച് അതിനെക്കുറിച്ച് പഴി പറഞ്ഞ് ജീവിതം നരകമാക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് തിരിച്ചറിയും. ആരും വരില്ല, അവനവൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ഈ ജീവിതത്തിൽ മുതിർന്നവർ ചില വ്യക്തികളൊക്കെ അനുഭവിക്കുന്നതും അതാണ്. അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും ഇനിയുള്ള കുഞ്ഞുങ്ങളെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന കെയറിങ് അവരെ ഒരു നല്ല പൗരബോധമുള്ള ഉത്തമ പൗരന്മാരാക്കി തീർക്കാൻ ഉതകുന്ന വിധത്തിലുള്ള കെയറിങ് ആയിരിക്കണം. അത് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയും, ആ കുട്ടിയെ കൊണ്ട് പഠിക്കും, അവൻ എന്നാ നല്ലൊരു വ്യക്തിയാണ്. കാരണം നമ്മൾ സ്വയം പറയേണ്ട ആവശ്യമില്ല. കാഴ്ചക്കാരുടെ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് വരുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ്, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മൾ കൊടുക്കുന്ന കെയറിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും മരുന്നായി മാറണം. ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ മുറിവിനെ പുണ്ണാക്കുന്നതിന് പകരം സ്വയം തിരിച്ചറിഞ്ഞ് നല്ല ഉത്തമ തീരുമാനമെടുത്ത് സ്വയം മരുന്നാകാൻ അവർക്ക് സാധിക്കണം. അങ്ങനെ ഉള്ളതാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്. അങ്ങനെ ഉള്ളവരുടെ ജീവിതമാണ് സന്തോഷകരമായി തീരുന്നത്. എല്ലാം സന്തോഷകരമാണ് എന്ന് ചിന്തിക്കരുത്. പൊട്ടലും ചീറ്റലുകളും ഉള്ളതിനെ തരണം ചെയ്ത് കൊണ്ടുപോകാൻ ചില വ്യക്തികൾക്കുള്ള ഒരു പ്രത്യേക കഴിവ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് അവരുടെ ശീലമാക്കി മാറ്റാൻ അവരുടെ അച്ഛനും അമ്മയും അവർക്ക് കൊടുത്ത നല്ല പ്രശ്നപരിഹാര മാർഗം, അവർക്ക് അവരുടെ വീട്ടിൽ നിന്നും കിട്ടിയ കെയറിങ്, അവരുടെ മടിയില്ലായ്മ, വീട് തൂത്തുവാരുക, മുറ്റമടിക്കുക, സ്വന്തം കാര്യങ്ങൾ ചെയ്യുക, അച്ഛനമ്മയും ശ്രദ്ധിക്കുക, അവർക്ക് വയ്യായെങ്കിൽ അവരെ ഒന്ന് ശുശ്രൂഷിക്കുക. ഇനി പേരമ്മമാരെയും പേരച്ചന്മാരെയും മുത്തശ്ശൻ മുത്തശ്ശി ഇവർക്കൊപ്പമൊക്കെ കുഞ്ഞുങ്ങളെ സമയം ചെലവഴിക്കാൻ വിടണം. കാരണം വാർദ്ധക്യം എല്ലാവരെയും പിടിമുറുക്കും. അപ്പോൾ നമുക്ക് താങ്ങും തണലുമായി തീരേണ്ടവർ തീരാ നോവായി മാറാതിരിക്കാൻ നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, അതുപോലെ ആയിരിക്കും അതിൽ നിന്നും വരുന്ന മറുപടിയും. എന്നാൽ വളരെ സന്തോഷകരവും സുന്ദരമായ ദിനവും ആശംസിക്കുന്നു. ഒരിക്കലും വിട്ടുപോയില്ല എന്ന് കരുതിയ നിഴൽ പോലും നമ്മളിൽ നിന്നും വിട്ടുപോകും. ഓർക്കുക. താങ്ക് യു.